ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇന്നുള്ളത് ശിവലാടന്റെ മാമന്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇന്ന് മാമന്റെ വീട്ടിൽ. ഇന്നൊരു വിശേഷ ദിവസം കൂടിയാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ സന്തോഷേട്ടന്റെ മോക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഫാമിലിന്റെ വക ഒരു മൊമെന്റോ കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ആ മാമന് കുറച്ച് വയ്യായ്മ ഉണ്ട് കേട്ടോ, വീണിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ മാമന് വേറെ വീട്ടിലൊന്നും വരാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മാമൻ പറഞ്ഞു എല്ലാരും ഇവിടെ വന്നോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ആഘോഷിക്കാലോ എന്നാണ്. അങ്ങനെ എല്ലാരും കൂടെ അതാ മാമന്റെ വീട്ടിൽ ഇങ്ങനെ ഒത്തുകൂടിയതാണേ. അങ്ങനെ അത് എല്ലാരും കൂടെ ഞങ്ങളോട് വീഡിയോ ഒന്നും ഇല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കട്ടെ. അപ്പൊ ഞങ്ങളിതാ ഓൾറെഡി വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേർക്കെല്ലാം ലേശം കുറവാണ് കേട്ടോ വീഡിയോയിലേക്കൊക്കെ വരാൻ. ഈ കാണുന്നത് ഞങ്ങളെ അമ്മേന്റെ ഏച്ചിയാണ് കേട്ടോ, ഞങ്ങളെ മൂത്തമ്മയാണ്. കിച്ചണിൽ ഇതാ തകൃതിയായിട്ടുള്ള പണി നടന്നുകൊണ്ട് കേട്ടോ. നമ്മളെ അനു, മാമിയും സുമേച്ചിയും എല്ലാരും ഉണ്ട്. ഞങ്ങളിതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പൊ അനു സുമേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട്, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. ഞാൻ വിശേഷം പറയുന്ന തിരക്കിൽ ഇവരെ പരിചയപ്പെടുത്താൻ മറന്നു അല്ലേ. ഇവര് രണ്ടുപേരും സന്തോഷേട്ടന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. കണ്ണട വെച്ചതാണ് ബാബുവേട്ടൻ, അതെന്റെ വല്യമാമന്റെ മോനാണ് കേട്ടോ. മൂപ്പര് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണേ. അപ്പുറത്തുള്ളതാണ് ലാലുവേട്ടൻ. ഈ വരുന്നതാണ് എന്റെ നാത്തു നാൻസേച്ചി, മൂപ്പര് ടീച്ചറാണേ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മെയിൻ ആളിതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിന്റെ ആയിട്ടുള്ള ചെറിയ ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ ആളെ മുഖത്ത്. അങ്ങനെ ഞങ്ങളെ റിത്തൂട്ടിനെ കണ്ടപ്പോ ശിവരാടൻ ഒരു ഷേക്കൻ്റെ കൊടുത്തിട്ട് ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാൻ കേട്ടോ. ഓൾറെഡി ഞങ്ങള് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞതാണ്, എന്നാൽ ഇന്നൊരു ഫോർമൽ ആയിട്ട് കിടക്കട്ടെ അല്ലേ. ശരിക്കും ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഗ്രാൻഡ് പരിപാടി ആയിട്ട് വരികയാണ് കേട്ടോ. ഈ 3 പേരും ഒരേ സമയം എത്തിച്ചേർന്നെങ്കിൽ ഇതിൽ 2 പേർക്ക് ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാനാകില്ല. ഒന്ന് എന്റെ നാത്തൂൻ തന്നെയാണ് കേട്ടോ. മൂപ്പർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷവും സംസ്ഥാനത്തെ മികവഴക് പുരസ്കാരം ലഭിച്ചത്. അതിൽ ഒന്ന് അവരുടെ മകളാണ്, അവൾക്കും SSLC ഫുൾ A+ ആയിരുന്നു. അനുശ്രീക്ക് വേണ്ടി മോനോടന്റെ മക ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പഠിക്കോ അതല്ല വരികള് മോന് രണ്ട ഇപ്പോൾ പാടും. കണക്ട് ആയിരിക്കും. യെസ്, പഠിക്കോ. അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇതാ പാട്ടൊക്കെ പാടി. ഞങ്ങളിൽ ഒരു ഗായകൻ ഉണ്ട് കേട്ടോ, അവന്റെ പാട്ട് ഞാൻ ഇതിൽ കേൾപ്പിച്ചിരുന്നുണ്ട്. പിന്നെ കുറെ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നേ. ഈ വരുന്നത് ഞങ്ങളെ നന്ദു, എന്റെ മറ്റൊരു നാത്തുവിന്റെ മകനാണ്. അങ്ങനെ അയാളെ എല്ലാരും ഇങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാൻ കേട്ടോ വന്നപാടെ. വരുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പെട്ടി ഐസ്ക്രീമും കൊണ്ടാണ് കേട്ടോ മൂപ്പര് വന്ന്. ഇവൻ വന്നപാടെ എന്നെ അമ്മമ്മേനോട് ഓരോരോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാബുവേട്ടനും ലാലുവേട്ടനും വയലൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വയലിലോട്ടേക്ക് ഇറങ്ങിങ്ങനെ. മാമന്റെ വീടിന്റെ താഴെ വലിയൊരു വയലാട്ടോ. കഴിഞ്ഞ ദിവസത്തെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ലേ, ഞങ്ങള് മീൻ പിടിക്കാനൊക്കെ വന്ന്, അത് ഈ വയലിലാണേ. അങ്ങനെ ഉച്ചക്ക് സദ്യയൊക്കെ കഴിക്കുന്ന ടൈം ആയി കിട്ടും. അങ്ങനെ ഞങ്ങളെ സായോജിത ഇലയൊക്കെ കഴുകിക്കൊണ്ടിരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള. ഈ കാണുന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ വിഭവങ്ങള്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമ്മള് ബാബുവേട്ടനെയും ലാലുവേട്ടനെയും അച്ഛനെയും ബിനീഷേട്ടനെയും മാമനെയോ സന്തോഷേട്ടനെയും ഒക്കെ ഇരുത്തി കേട്ടോ. അങ്ങനെ എല്ലാ വിഭവങ്ങളും വിളമ്പി ഞങ്ങളിതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. ഈ കാണുന്ന നമ്മള് നന്ദുവിന്റെ അനിയൻ ആൽബിയാണ് കേട്ടോ. ചങ്ങായിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര കുറവാ. അങ്ങനെ സംസാരിക്കാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ മൂപ്പരും എല്ലാം അവിടെ നിന്ന് തെറ്റുന്ന കേട്ടോ. അങ്ങനെ നമ്മളെ ബാബുവേട്ടനും ലാലുവേട്ടനും ഒക്കെ ഇറങ്ങാണ് കേട്ടോ. അവർക്ക് വേറെ 1-2 സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മാമീന്റെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നാണ് കേട്ടോ അവരൊക്കെ പറയുന്നത്. മാമിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും മാമിന്റെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഇതായിട്ടോ ഞങ്ങളെ മാമി. ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടുത്തെ മണിക്കുട്ടീനെ കാണുന്നില്ല ഗൈസ്, ഞങ്ങൾ തപ്പുകയാണ് ഗൈസ്. മണിക്കുട്ടി എന്ന് പറയുന്നത് മാമിന്റെ പശുക്കുട്ടിയാണ് കേട്ടോ. അല്ല നമ്മളിന്നാ പരസ്യം കൊടുക്കുക സാധന അല്ല എന്തും പറഞ്ഞിട്ടാ മണിക്കുട്ടിയെ കാണാണ്ടായിരിക്കുന്നു. ഇതാണ് മണിക്കുട്ടിന്റെ ഫോട്ടോ. മണിക്കുട്ടി ഇന്ന് ആരംഭിക്കാത്ത കുട്ടിയാന്നല്ലേ. പശുവിന്റെ ഫോട്ടോ എടുക്കാം, അങ്ങനെ എഴുതി കൊടുക്കാം. ഈ പശുവിനെ കാണാണ്ടായിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളെ മണിക്കുട്ടിയെ കണ്ടിട്ടിരിക്കാണ് ഗൈസ്. അങ്ങനെ മണിക്കുട്ടിയുടെ വരവിനെ ഒരു കുടുംബം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മണിക്കുട്ടി എത്തിക്കഴിഞ്ഞു ഗൈസ്. മണിക്കുട്ടീനെ കാണാണ്ടായ വിഷമത്തിൽ ഇവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ലേ. 1 മണിക്കൂറായി മണിക്കുട്ടീനെ തെരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ മണിക്കുട്ടീനെ കിട്ടി സന്തോഷത്തിൽ അവരൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ നമ്മളെ പ്രധാന ചടങ്ങിലേക്ക് കിടക്കുകയാണ്, മമ്മന്റെ കൊടുക്കെ. അങ്ങനെ മാമനും മൂത്തമ്മയൊക്കെ കൂടെ ഉണ്ട്. റിത്തുവിന്റെ അടുത്തിരിക്കുകയാണ്. മാമനാണ് റിത്തുവിന് മൊമന്റോ കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങളെ വിൻസേജിക്കും മീനുവിനും വരാൻ പറ്റാത്തതുകൊണ്ട് അവരെ കുഞ്ഞൂസാണ് കേട്ടോ. അവരെ 2 പേരുടെയും മൊമന്റോ വാങ്ങി ശേഷം മോനോടന്റെ വക റിത്തോട്ടിക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തു. ഫൈനലി ഞങ്ങൾ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിരിഞ്ഞു പോയത്. അപ്പൊ ഞങ്ങളെ കുഞ്ഞു ഫാമിലി വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.